വീണ്ടും ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തുന്നത് ഓഹരി വിപണിയെ അടക്കം വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ എണ്ണയുടെ വില വർധനവിന് കാരണമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനും യുഎസും ഇവിടെ തത്വത്തിൽ അംഗീകരിച്ച വെടിനിർത്തൽ ധാരണ അത് പൊളിയുന്നു എന്നതാണ് ഇവിടെ പുറത്തുവരുന്ന വിലയിരുത്തൽ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലും ചൈന വൻതോതിൽ തന്നെ ഇറാന്റെ പക്കൽ നിന്നും എണ്ണ വാങ്ങുകയാണ്. ഇറാനിയൻ ലൈറ്റ് ഇനം എണ്ണ വിപണിയിലേക്ക് എത്താൻ ഉയർന്ന വില നൽകിയാണ് ചൈനീസ് സ്വകാര്യ കമ്പനികൾ ഇത് വാങ്ങുന്നത്. അതേപോലെ തന്നെ ബ്രെഡ് ക്രൂഡ് ഓയിലിന്റെ വിലയേക്കാൾ ബാരലിന് 1.5 മുതൽ $2 വരെയാണ് ചൈന അധികമായി നൽകുന്നത്. ട്രംപിന്റെ അടുത്ത മുന്നറിയിപ്പിനെയും ആ ഒരു വലിയ രീതിയിൽ തള്ളിയ ഇറാൻ ആകട്ടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതോടുകൂടി രാജ്യാന്തര ക്രൂഡ് ഓയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. US ക്രൂഡ് വില 2% വർദ്ധിച്ചു വീണ്ടും ബാരലിന് $100 തൊട്ടരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ തീരത്തെ ലാറക് ദ്വീപ് വഴി സൈന്യത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം കപ്പലുകൾക്ക് കടന്നു പോകാമെന്നതാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിലപാടായി തന്നെ സൂചിപ്പിക്കുന്നത്.